അങ്ങനെ ശ്രീത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി. ഇന്നത്തെ മിഡ് വീക്ക് എവിക്ഷനിലാണ് ശ്രീത് പുറത്തായത്. അതുപോലെ തന്നെ അതേക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്ന് ശ്രീത് എന്തായാലും മിഡ് വീക്ക് എവിഷനിൽ പുറത്തായി. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും പറയുന്നുണ്ട് മിഡ് വീക്ക് എവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ശ്രീതായിരിക്കും ഔട്ട് ആവുന്നതൊക്കെ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ഫാൻസിനൊക്കെ ശ്രീത് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹമുണ്ട്. കാരണം അർജുന്റെ വോട്ട് കൂട്ടണമല്ലോ. അപ്പൊ അതെന്തായാലും നടന്ന് ശ്രീത് ഔട്ടായി. ഇനിയിപ്പം ശ്രീതുവിന്റെ വോട്ട് ആർക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ശ്രീതുവിന്റെ ഒരു ഗെയിം ഇന്നത്തോടെ അവസാനിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടല്ലോ. അപ്പൊ ഓൾറെഡി അവിടെ നമ്മുടെ എക്സ് കണ്ടസ്റ്റന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഓൾറെഡി ആ ഒരു സമയത്ത് നമ്മുടെ ശ്രീതുവിനെ പുറത്തേക്ക് വിടുമ്പോൾ ശ്രീതുവിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ശരിക്കും പറഞ്ഞ ഒരു സങ്കടം കൂടുതലായിരിക്കില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഫീൽ ആക്കി ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രീതുവിനെ ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നത്. തിരിച്ച് കയറ്റും, എന്തായാലും അവസാനമൊക്കെ ആയിട്ട് ശ്രീതുവിനെ കയറ്റും. എന്നിരുന്നാലും ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഇപ്പൊ വേണ്ടായിരുന്നു. എല്ലാവരും പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ സെറീനെ കഴിഞ്ഞ വർഷം ഔട്ടാക്കിയ രീതിയിലൊക്കെ ഔട്ടാക്കുമായിരുന്നെങ്കിൽ വലിയ സീനില്ലായിരുന്നു അല്ലേ. എന്തായാലും ശ്രീതു ഔട്ടായി. ഇന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾക്ക് ലൈവിനൊക്കെ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ഒരു ഈവനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു പിന്നെ എപ്പിസോഡിലും കാണാൻ പറ്റും. നിങ്ങൾ ആരും മറക്കണ്ട. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.